നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജയിച്ചേ പറ്റൂ. ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ റയൽ മാഡ്രിഡിനാവില്ല. കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ അത് തന്നെയാണ് കൃത്യമായിട്ട് തന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂചിപ്പിക്കുന്നതും. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതൊന്നും അല്ല, പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, താരങ്ങളുടെ നല്ല പ്രശ്നം താൻ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ആഞ്ചലോട്ടി തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടും വരുമ്പോൾ ഇന്ന് ഒരുങ്ങി തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. സാന്റിയാഗോ ബെർണാബൂവിലാണ് കളി. അതും ഒരു പോസിറ്റീവാണെന്ന് ആഞ്ചലോട്ടി ഇന്നലെ പറഞ്ഞു വെച്ചു. ആരാധകരുടെ പിന്തുണ ഈ ടീമിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് റയൽ മാഡ്രിഡ് റയൽ ബെറ്റീസുമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നു. ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള അവസാനത്തെ മത്സരമാണ്. വിജയിച്ചേ പറ്റൂ. കളിച്ച 3 കളികളിൽ ഒറ്റ വിജയം മാത്രമേ റയലിനുള്ളൂ, 2 സമനിലകൾ. അങ്ങനെ 5 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്താണ് ഇപ്പോൾ റയൽ ഉള്ളത്. തിരിച്ച് കയറണം. ബെറ്റീസ് ആവട്ടെ അത്ര മികച്ച ഒരു രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കളി 2 പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. 17ാം സ്ഥാനത്താണ് റയൽ ബെറ്റീസ് നിൽക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ കടുത്തൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു. റയലിന്റെ കോച്ച് ഇന്നലെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് നോക്കിയാണ്. ഒന്ന്, വിനി എംബാപ്പെ കോമ്പിനേഷനെ കുറിച്ച് പലർക്കും സംശയങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എംബാപ്പയ്ക്കും വിനിക്കും പൊസിഷൻസ് സ്വിച്ച് ചെയ്ത് കളിക്കാൻ പറ്റും, പക്ഷേ വിനി കൂടുതൽ ലെഫ്റ്റിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. പിന്നെ വിനി എംബാപ്പെ രണ്ടുപേരുടെയും കണക്ഷനെ കുറിച്ച് ചോദിച്ചാൽ ദേ ആർ ഡൂയിങ് ഗുഡ് എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഞങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആവാൻ പറ്റും, കൂടുതൽ ഫാസ്റ്റർ ആവാൻ പറ്റും, പക്ഷേ ഗോളുകൾ സ്കോർ ചെയ്യണം. എല്ലാ കളികളിലും ഞങ്ങൾ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്ത മത്സരത്തിൽ കൂടുതൽ മികവിലേക്ക് പോകും. എംബാപ്പെ വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ ക്രിറ്റിസിസംസ്, വിമർശനങ്ങൾ അത് വരും, അത് നോർമലാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അത്ര വറീഡ് ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇത് മെയ് മാസം വരെ ഇങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കിലിയൻ എംബാപ്പയുടെ അഡാപ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിലൂടെ ആണ് ഇപ്പൊ കടന്നു പോകുന്നത്. അദ്ദേഹം നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്, നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് എന്നത് തീർച്ചയായിട്ടും ടീമിന് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിനിയും എംബാപ്പയും നല്ല രൂപത്തിൽ അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഒഫൻസീവ് വർക്ക് ഞങ്ങളുടെ ടീം നല്ല രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോബ്ലം അവിടെയല്ല. ഞങ്ങൾ എല്ലാ ഗെയിമുകളിലും സ്കോർ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സോ കൂടുതൽ സമയം വരുമ്പോൾ എംബാപ്പെ വിനിയുമായിട്ട് മാത്രമല്ല മിഡ്ഫീൽഡുമായിട്ടും കൂടുതൽ ഒത്തിണക്കത്തിലേക്ക് പോകും. സോ ഒഫൻസീവ്ലി ഞങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും മികച്ച രൂപത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ലോകത്തെ ഏറ്റവും മികച്ച ഫോർവേഡുമാരാണ് ഞങ്ങളുടെ ടീമിലുള്ളത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം ജയിച്ച് കയറുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. അതിൽ കുറഞ്ഞതൊന്നും അവരുടെ ആരാധകരെ സംതൃപ്തിപ്പെടുത്താനും കഴിയില്ല. മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. കോർട്ടുവ, ല്യൂനിൻ, ഫ്രാൻ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടും, കർവാഹൽ, എദർ മിലിറ്റാവോ, ലൂക്കാസ് വാസ്കസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി, അതുപോലെ ജാക്കോബോ എന്നിവർ ഡിഫൻഡർമാരായിട്ടുമുണ്ട്. വാൽവർദെ, മോഡ്രിച്ച്, ഷുവാമനി, ആർദ ഗ്യൂളർ, സെബയോസ് എന്നിവർ മധ്യനിരയിലും, വിനി ജൂനിയർ, എംബാപ്പെ, റോഡ്രിഗോ, എൻട്രിക്, ഇബ്രാഹിം എന്നിവർ മുന്നേറ്റ നിരയിലും അണിനിരക്കുന്നു. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.